തിരുവനന്തപുരം മുൻ മേയർ ആര്യ രാജേന്ദ്രന്റെ രാഷ്ട്രീയ മോഹങ്ങൾക്ക് തിരിച്ചടിയേകിക്കൊണ്ട് ഡിവൈഎഫ്ഐ സംസ്ഥാന നേതൃത്വത്തിൽ നിർണായക തീരുമാനങ്ങൾ. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്താനുള്ള ആര്യയുടെ നീക്കങ്ങൾക്ക് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കടുത്ത തടയിട്ടതോടെ മുൻ പ്രതീക്ഷകളെല്ലാം തകരുകയായിരുന്നു. ഒടുവിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റായി CPM സംസ്ഥാന കമ്മിറ്റി അംഗവും പ്രമുഖ യുവ വനിതാ നേതാവുമായ ചിന്താ ജെറോമിനെയും സെക്രട്ടറിയായി കല്യാശ്ശേരി MLAയും മുൻ SFI നേതാവുമായ M വിജിനെയും നിശ്ചയിക്കാൻ കോട്ടയത്ത് ചേർന്ന ഉന്നത നേതൃയോഗം അന്തിമ തീരുമാനമെടുത്തു. തലസ്ഥാന നഗരിയുടെ മേയർ സ്ഥാനത്തുനിന്ന് പടിയിറങ്ങിയതിന് പിന്നാലെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന നേതൃനിരയിലേക്ക് വരാൻ ആര്യ രാജേന്ദ്രനും അവരെ പിന്തുണയ്ക്കുന്ന ചില പ്രമുഖ നേതാക്കളും വലിയ നീക്കങ്ങളാണ് നടത്തിയത്. സംഘടനാ മികവും യുവമുഖമെന്ന പ്രതിച്ഛായയും നിലനിർത്തി ആര്യയെ പ്രസിഡന്റാക്കാനായിരുന്നു നീക്കം. എന്നാൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഈ ആവശ്യത്തോട് തികഞ്ഞ എതിർപ്പ് പ്രകടിപ്പിക്കുകയായിരുന്നു. സംഘടനാ രംഗത്തെ സീനിയോറിറ്റിയും പ്രവർത്തന പരിചയവും കുറവാണെന്ന കാര്യം ചൂണ്ടിക്കാണിച്ചാണ് ആര്യയുടെ പേര് MV ഗോവിന്ദൻ നിരാകരിച്ചത്. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിൽ ദീർഘകാലമായി സജീവമായി നിലനിൽക്കുന്ന ചിന്താ ജെറോമിനെ തള്ളി ആര്യയെ പ്രതിഷ്ഠിക്കുന്നത് പാർട്ടിയിൽ തെറ്റായ സന്ദേശം നൽകുമെന്ന ഉറച്ച നിലപാടിലായിരുന്നു അദ്ദേഹം. ഗോവിന്ദന്റെ കടുത്ത എതിർപ്പോടെ ആര്യയ്ക്കായി രംഗത്തിറങ്ങിയ മുതിർന്ന നേതാക്കൾ പോലും നിശബ്ദരാകാൻ നിർബന്ധിതരായി. ഇതോടെ കൊല്ലത്ത് നിന്നുള്ള CPM സംസ്ഥാന കമ്മിറ്റി അംഗം ചിന്താ ജെറോമിന് പ്രസിഡന്റ് പദവിയിലേക്കുള്ള വഴി തെളിയുകയായിരുന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നുവന്ന് പാർട്ടി സംസ്ഥാന ദേശീയ നേതൃത്വങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ചിന്തയുടെ പേരിന് MV ഗോവിന്ദൻ പൂർണ്ണ പിന്തുണ നൽകി. മുൻപ് കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് അധ്യക്ഷ എന്ന നിലയിൽ പ്രവർത്തിച്ച പരിചയസമ്പത്തും ചിന്തയ്ക്ക് അനുകൂലമായ ഘടകമായി. സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് കല്യാശ്ശേരിയിൽ നിന്നുള്ള രണ്ടാം തവണ MLA ആയ M വിജിൻ എത്തുന്നത് സംഘടനാ മികവ് മുൻനിർത്തിയാണ്. SFI സംസ്ഥാന സെക്രട്ടറിയായിരിക്കെ വിജിൻ കാഴ്ചവെച്ച മികച്ച പ്രകടനവും അണികളെ ഏകോപിപ്പിക്കാനുള്ള കഴിവുമാണ് ഡിവൈഎഫ്ഐയുടെ അമരത്തേക്ക് വഴി തുറന്നത്. നേതൃമാറ്റത്തിൽ പാർട്ടി കർശനമായി നടപ്പിലാക്കുന്ന 38 വയസ്സെന്ന പുതിയ പ്രായപരിധി നിബന്ധന വിജിന്റെ പേര് ഉറപ്പിക്കുന്നതിൽ നിർണായകമായി. 38 വയസ്സ് പൂർത്തിയായ മുതിർന്ന ഭാരവാഹികളെ മുഴുവൻ ഒഴിവാക്കി പുതിയ നിരയെ കൊണ്ടുവരാനാണ് MV ഗോവിന്ദന്റെ നിർദ്ദേശം. പ്രായപരിധിയിൽ ഇളവുണ്ടായേക്കുമെന്ന് കരുതിയ പല മുതിർന്ന യുവജന നേതാക്കളുടെയും പ്രതീക്ഷകൾ ഇതോടെ അസ്തമിച്ചു. ഡിവൈഎഫ്ഐ ഭാരവാഹികളുടെ പ്രായപരിധി 38 വയസ്സായി നിജപ്പെടുത്തിയ MV ഗോവിന്ദന്റെ നിലപാടിനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ രൂക്ഷമായ അമർഷവും വിമർശനവും ഉയർന്നിട്ടുണ്ട്. പരിചയസമ്പന്നരായ നേതാക്കളെ ഒറ്റയടിക്ക് ഒഴിവാക്കുന്നത് സംഘടനയെ ദുർബലപ്പെടുത്തുമെന്നും തീരുമാനം ഏകപക്ഷീയമാണെന്നും വിമർശകർ വാദിക്കുന്നുണ്ട്. എന്നാൽ പ്രായപരിധി മാറ്റമില്ലാതെ തുടരുമെന്ന കടുത്ത നിലപാടിൽ സംസ്ഥാന സെക്രട്ടറി ഉറച്ചു നിൽക്കുകയായിരുന്നു. ഓഗസ്റ്റ് 19 മുതൽ 22 വരെ തൃശൂരിൽ വെച്ച് നടക്കുന്ന ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിൽ വെച്ചാകും പുതിയ ഭാരവാഹികളുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുക.